നല്ലവൻ, എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ, തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. എൻ്റെ യേശു എന്നും എനിക്കെത്ര നല്ലവൻ, എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ, തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. താഴ്വരയിൽ ദീപമായവൻ, ആർത്തനായി വിതുമ്പിയപ്പോൾ മിഴി തുടച്ചവൻ. മരണനിഴലിലും തിരുമാർവിലെന്നെയും കരുണയോടെ ചേർത്തണച്ചോമനിച്ചവൻ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമായവൻ, ആർത്തനായി വിതുമ്പിയപ്പോൾ മിഴി തുടച്ചവൻ. മരണനിഴലിലും തിരുമാർവിലെന്നെയും കരുണയോടെ ചേർത്തണച്ചോമനിച്ചവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. ആശയറ്റ ജീവിതത്തിൻ കാർമുകിൽ നീക്കി, പ്രത്യാശ ഇന്നൽ മാറിവില്ല എന്നിലുദിച്ച നാഥനൊരുക്കിയിടുന്നൊരു വീടെനിക്കുണ്ട്. കാണുമെൻ്റെ പ്രിയരെ ആ സ്നേഹതീരത്തിൽ. ആശയറ്റ ജീവിതത്തിൻ കാർമുകിൽ നീക്കി, പ്രത്യാശ ഇന്നൽ മാറിവില്ല എന്നിലുദിച്ച നാഥനൊരുക്കിയിടുന്നൊരു വീടെനിക്കുണ്ട്. കാണുമെൻ്റെ പ്രിയരെ ആ സ്നേഹതീരത്തിൽ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, വേഗമെന്നെ ചേർക്കാനെത്തും സ്നേഹമണാളൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, വേഗമെന്നെ ചേർക്കാനെത്തും സ്നേഹമണാളൻ. എൻ്റെ യേശു എന്നും എനിക്കെത്ര നല്ലവൻ, എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ, തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, വേഗമെന്നെ ചേർക്കാനെത്തും സ്നേഹമണാളൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ക്ഷാമം മാറ്റി ക്ഷേമം നൽകുന്നവൻ എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. വിവിധ രീതിയിലുള്ളതായ ക്ഷാമങ്ങളെക്കുറിച്ച് നാം കേൾക്കുകയായിരുന്നു, ചിന്തിക്കുകയായിരുന്നു, ധ്യാനിക്കുകയായിരുന്നു. ആരോഗ്യത്തിന് ക്ഷാമം, രോഗം; ആഹാരത്തിന് ക്ഷാമം, പട്ടിണി; സ്നേഹത്തിന് ക്ഷാമം, കുടുംബത്തിൽ ഛിദ്രം, അഭിപ്രായ വ്യത്യാസം;
കലഹം, സമാധാനത്തിന് ക്ഷാമം, ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ പലതരത്തിലുള്ളതായ പ്രയാസങ്ങളിലും പ്രാതികൂല്യങ്ങളിലും പെട്ട് ഉഴലുന്നു. വിവിധ രീതിയിൽ ക്ഷാമം ബാധിച്ചിരിക്കുന്ന മനുഷ്യർ. എന്നാൽ ക്ഷാമം മാറാൻ ഒരേ ഒരു പോംവഴി കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ പ്രാപിക്കുന്നതാണ്. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് തിരുവചനത്തിലെ ചില വേദഭാഗങ്ങളിൽ നിന്ന് ചിന്തിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. അബ്രാഹാമിൻ്റെ കാലത്ത് ക്ഷാമം വന്നു, യൗസേപ്പിൻ്റെ കാലത്ത് ക്ഷാമം വന്നു, ദാവീദിൻ്റെ കാലത്ത് ക്ഷാമം വന്നു. ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു ക്ഷാമം കാണാം. ലൂക്കോസിന് സുവിശേഷം 15-ാം അധ്യായം 14-ാം വാക്യം വായിക്കാം. ലൂക്കോസ് 15:14. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമമുണ്ടായിട്ട് അവന് മുട്ടുവന്ന് തുടങ്ങി. ദേശത്ത് കഠിനക്ഷാമമുണ്ടായി. നല്ല ഓജസ്സുള്ള ചെറുപ്പക്കാരനാണ്. അപ്പൻ്റെ ഇളയ മോൻ, നല്ല സുന്ദരനായ യുവാവ്, ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ. കുറേ നാളായി അവൻ്റെ മനസ്സിൽ തോന്നി തുടങ്ങിയിട്ട്, എന്നാലും ഞാൻ പ്രായമായി വരില്ലേ, എന്നും ഇങ്ങനെ അപ്പൻ്റെ അടിമത്തിൽ കഴിയുക, എല്ലാം അപ്പൻ്റെ ചൊൽപ്പടിക്ക്. എനിക്കില്ലേ, ഞാനില്ലേ, എനിക്കൊരു വ്യക്തിത്വമില്ലേ, എല്ലാം ഇങ്ങനെ അപ്പൻ പറയുന്നത് ചെയ്യാവൂ, ഇങ്ങനെ ഒരു ചൊൽപ്പടിക്ക് നിൽക്കുക. കുറച്ചൊക്കെ സ്വാതന്ത്ര്യം വേണ്ടേ, മനുഷ്യനായ സ്വാതന്ത്ര്യം വേണ്ടേ. കുറേ നാളായി മനസ്സിൽ ഇത് ഉരുണ്ടുകൂടിയിട്ട് ഈ ചിന്ത. അവൻ അപ്പൻ്റെ മുമ്പിലേക്ക് ഒരു ദിവസം ചെന്നു. അപ്പാ, എനിക്ക് അവകാശപ്പെട്ട സ്വത്ത് എനിക്ക് തരണം, എനിക്ക് അവകാശപ്പെട്ട സ്വത്ത് എനിക്ക് തരണം. പറഞ്ഞ വാക്ക് അങ്ങനെയല്ല, എനിക്ക് വസ്തുവിൽ വരേണ്ടുന്ന പങ്ക് എനിക്ക് തരണം. എൻ്റെ ഓഹരി, എൻ്റെ ഷെയറിങ് തരണം. വസ്തുവിൽ വരേണ്ടുന്ന പങ്ക് എനിക്ക് തരണം ചോദിച്ചതാണ്. ചോദ്യം അല്പം കനപ്പിച്ച് തന്നെയാണ്. കാരണം അവൻ ധൈര്യം സംഭരിച്ചാണ് ചോദിക്കുന്നത്. ആഠ്യത്വമുള്ള, കുലീനത്വമുള്ള, ആഭിജാത്യമുള്ള തറവാട്ടിൽ അപ്പൻ വളരെ സ്നേഹവും ഗൗരവബോധവുമുള്ള ആ നല്ല പിതാവിൻ്റെ അടുക്കൽ ഇവൻ ആദ്യം ചെല്ലാൻ മടിച്ചാണ് ചെന്നത്. പക്ഷേ ധൈര്യം സംഭരിച്ചവൻ പറയുകയാണ്, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് എനിക്ക് തരണം. വസ്തുവിൽ വരേണ്ടുന്ന പങ്ക് അവൻ ചോദിച്ചു, വരേണ്ടുന്ന പങ്ക് കൊടുത്തു. അവനെല്ലാം സ്വരൂപിച്ചു, എല്ലാം സ്വരൂപിച്ചു. എന്നിട്ട് അവൻ ദൂരദേശത്തേക്ക് യാത്രയായി. എല്ലാം ചോദിച്ചു വാങ്ങി, മുതലെല്ലാം സ്വരൂപിച്ചു. ചെറുപ്പക്കാരൻ ഇറങ്ങി പോവുകയാണ്. അവൻ വരാന്തയിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങുന്നത് ഞാൻ ഭാവനയിൽ കാണാറുണ്ട്, വേദപുസ്തകം പറയുന്നില്ല. അവൻ അവിടെ മുറ്റത്തേക്ക് കാലെടുത്ത് വയ്ക്കാൻ തുടങ്ങിയപ്പോൾ നോക്കി, അവൻ്റെ അമ്മ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് അങ്ങനെ ആ വരാന്തയിൽ വീഴാതിരിക്കാൻ തൂണിൽ പിടിച്ചുകൊണ്ട് നോക്കി നിൽക്കുന്നു നിറകണ്ണുകളോടെ. അപ്പൻ ശാന്തനായി, സൗമ്യനായി, മൂകനായി, നിശബ്ദനായി അപ്പൻ നിൽക്കുന്നു. അപ്പൻ്റെ കണ്ണ് നിറയുന്നുണ്ട്, പക്ഷേ അപ്പനൊന്നും മിണ്ടുന്നില്ല. അമ്മ ഏങ്ങലടിക്കുന്നുണ്ട്. ഒന്ന് മനസ്സ് പതറി പോകണോ? അല്ല, അവനുടെ ശരീരത്തിലേക്ക് നോക്കി. എന്തിനും പോന്ന പ്രായം, പ്രസരിപ്പുള്ള പ്രായം, അരോഗ ദൃഢഗാത്രം, നല്ല ഊർജ്ജസ്വലതയുള്ള സമയം. എന്തിനെ ഇനി നോക്കണം പിറയിലേക്ക്? മുന്നോട്ട് പോവുക തന്നെ. എങ്ങനെയും ജീവിക്കാൻ പറ്റിയ പ്രായം. വരൂ, ആനന്ദിക്കൂ, രസിക്കൂ, സന്തോഷിക്കൂ, മേളിക്കൂ, ഉല്ലസിക്കൂ എന്ന് വിളിക്കുന്ന ലോകം. അവൻ നോക്കി. അവൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പണം, സൂട്ട് കേസിൽ നിറയെ പണം. അവൻ നോക്കി. വിശാലമായ ലോകം, ആരും തടയാനില്ല. അരുത് മോനെ എന്ന് പറഞ്ഞ് ശാസിക്കാൻ അപ്പനില്ല. എൻ്റെ മോനെ അങ്ങനെ പോകല്ലേ എന്ന് പറഞ്ഞ് കരയാൻ അമ്മയില്ല. ആരും അങ്ങോട്ട് വരികയില്ല. വളരെ സ്വച്ഛന്തം വിഹരിക്കാൻ പറ്റിയ ലോകം. അവൻ ഇറങ്ങി, അവൻ പുറപ്പെട്ടു. അവൻ ദൂരദേശത്തേക്ക് യാത്രയായി. വായിക്കാം, അവൻ ദൂരദേശത്തേക്ക് യാത്രയായി. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തോന്നിയതുപോലായി. നമ്മുടെ ചില യുവാക്കന്മാർ വീട്ടിൽ നിന്ന് മാറി ഹോസ്റ്റലിൽ പോയി താമസിക്കുമ്പോൾ, അല്ലെങ്കിൽ ബാംഗ്ലൂരോ മാംഗലൂരോ അല്ലെങ്കിൽ കോയമ്പത്തൂരോ പോയി താമസിക്കുമ്പോൾ, അല്ല കേരളത്തിൽ തന്നെ ഏതെങ്കിലും പ്രൊഫഷണൽ കോളേജിൽ പോയി അവിടെ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ കയർകൂരി വിട്ടതുപോലെ ജീവിക്കുന്നു. അതുപോലെ തന്നെ ഈ ചെറുപ്പക്കാരൻ, അവൻ നിയന്ത്രണമില്ലാതെ അങ്ങ് പോയി. ഒരു നിയന്ത്രണവുമില്ല. ഇവിടെ വരുമ്പോൾ, നാട്ടിൽ വരുമ്പോൾ നമ്മുടെ പിള്ളേർ പള്ളിയിൽ കയറും, മദ്ബായിൽ വരും, തൂവ് കുറ്റിയെടുക്കും, തൂവ് കുറ്റി വീശും. പക്ഷേ അവിടെ ചെല്ലുമ്പോഴോ എങ്ങനെയെന്ന് ഞാൻ പറയുന്നില്ല, വേദനയോടെ ഓർക്കുന്നു. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളുടെ ചിലരുടെ ഹൃദയം ഇപ്പോൾ വിതുമ്പുന്നുണ്ട്. അവർ ക്ലാസ്സിൽ കയറുകയില്ല. അവർക്ക് പ്രേമബന്ധങ്ങളായി, പ്രണയക്കുരുക്കുകളായി, ചീത്ത അഴുക്ക് ചാലുകളായി, മദ്യപാനമായി, മയക്കുമരുന്നായി, കഞ്ചാവായി, ഡ്രഗ്സായി,
ഏതെല്ലാം തരത്തിലല്ല എങ്ങനെയെല്ലാമാണ് പോകുന്നത്. ചീത്ത കൂട്ടുകെട്ടുകളായി എന്തിനും തയ്യാറായി പോകുന്നു. ജീവിതം മുടിയുന്നവർ കാണുന്നില്ല, ജീവിതം തകരുന്നവർ അറിയുന്നില്ല, ഭാവി ഇരുളടഞ്ഞു പോകുന്നവർ അറിയുന്നില്ല. ഈ ചെറുപ്പക്കാരൻ ദുർനിറപ്പുകാരനായി ജീവിച്ചു. അവനവിടെ ദുർനിറപ്പുകാരനായി ജീവിച്ചു. വസ്തു നാനാവിധമാക്കി കളഞ്ഞു. ഇഷ്ടം പോലെ പൈസയുണ്ട്, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. ആര് തടയാൻ, ആര് നിയന്ത്രിക്കാൻ? ഇഷ്ടം പോലെ ജീവിച്ചു, വസ്തു നാനാവിധമാക്കി കളഞ്ഞു. എല്ലാം ചെലവഴിച്ച ശേഷം മുഴുവനും ചെലവഴിച്ചു. 2 സൂട്ട് കേസ് നിറയെ ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾ അതുപോലും പണയം വെച്ചു വിറ്റു. ഉണ്ടായിരുന്ന പൈസ മുഴുവൻ ചെലവഴിച്ചു പോയി. എത്ര പെട്ടെന്നാണ് ഈ ബാഗ് കാലിയായത്. ഒടുക്കം ജീവിക്കാൻ മാർഗമില്ലാതായപ്പോൾ, ക്ഷാമം വന്ന് ജീവിക്കാൻ മാർഗമില്ലാതായപ്പോൾ ഞാൻ ഭാവനയിൽ കാണുന്നത് അവൻ്റെ സൂട്ട് കേസ് പോലും ആർക്കാണ്ട് കൊടുത്തു, വിറ്റു. കിട്ടിയ പൈസ കൊണ്ട് ഊണ് കഴിച്ചു. എല്ലാം ചെലവഴിച്ചു. ആദ്യം ചെലവഴിക്കാൻ കൂട്ടുകാരുണ്ട്. ഒന്നുമില്ലാതായപ്പോൾ കൂട്ടുകാരുണ്ടോ? ആരുമില്ല, കൂട്ടുകാരുമില്ല. എല്ലാം പോയി. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായി. സ്നേഹിതരെ, ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നിങ്ങളിൽ കഠിനക്ഷാമം അനുഭവിക്കുന്നവരാരെല്ലാം ഉണ്ട്? എല്ലാം ചെലവഴിച്ച്, മദ്യത്തിന് വേണ്ടി എല്ലാം ചെലവഴിച്ച് കഠിനക്ഷാമം വന്നവരാരെല്ലാം ഉണ്ട്? നിങ്ങൾക്ക് കിട്ടിയ പൈസ, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ, അപ്പൻ സമ്പാദിച്ച പൈസ നിങ്ങളുടെ കയ്യിൽ വന്നത് എല്ലാം കുടിച്ച് മുടിച്ചവരാരെല്ലാം ഉണ്ട്? എല്ലാം തകർത്ത് കളഞ്ഞവരാരെല്ലാം ഉണ്ട്? നിങ്ങളുടെ മക്കൾ പട്ടിണി പാവങ്ങളായി കഴിയുന്നു, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തയില്ല. പ്രിയപ്പെട്ടവരെ, ഇവനെല്ലാം നശിപ്പിച്ചു. എല്ലാം ചെലവഴിച്ച ശേഷം ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ടു വന്നു തുടങ്ങി. അടുത്ത വാക്യം, അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. അവിടെയുള്ള പ്രഭുക്കന്മാരിൽ ഒരാളെ ആശ്രയിച്ചു. അവനെ തൻ്റെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. ചെന്ന് പറഞ്ഞു, യജമാനെ, ഞാൻ 3 ദിവസമായിട്ട് കഞ്ഞിവെള്ളം കുടിച്ചിട്ട് എനിക്ക് എത്തിരി കഞ്ഞി തരാമോ? എടാ മോനെ, ഇവിടെ അങ്ങനെയൊന്നും വെറുതെ ഒന്നും കൊടുക്കാറില്ല. വല്ല പണിയെടുത്ത് വന്നാൽ നിനക്ക് കഞ്ഞി തരാം, അല്ലാതെ വെറുതെ ഒന്നും അങ്ങനെയൊന്നും ഒരു പരിപാടി ഇവിടെ ഇല്ല. അയ്യോ യജമാനെ, ഞാൻ എന്ത് ജോലി വേണമെങ്കിലും ചെയ്തോളാമല്ലോ, ജോലി ഞാൻ ചെയ്തോളാം, എനിക്ക് ഒരു തരത്തിൽ ആഹാരം തരണം. എന്നാൽ മോനെ, ഇപ്പോഴ് ഇവിടെ വേക്കൻസി കാര്യമായിട്ടില്ല, പിന്നെ ഉള്ളൊരു വേക്കൻസി പന്നിയെ മേയ്ക്കുക എന്നുള്ളത്. പറ്റുമോ? നീ ഒരു യഹൂദനല്ലേ, നിന്നെക്കൊണ്ട് പറ്റുമോ പന്നി മേയ്ക്കാൻ? അയ്യോ യജമാനെ, ഞാൻ ചെയ്തോളാം, ഞങ്ങളുടെ ജാതി അങ്ങനെ ചെയ്യില്ല, പക്ഷേ ഞാനത് ചെയ്തോളാം. ഈ പന്നിയെ തൊടുന്നതുപോലെ ഞങ്ങൾക്ക് നിഷിദ്ധമാണ്, പക്ഷേ അതൊന്നും പറഞ്ഞിരിക്കാൻ ഒക്കില്ലല്ലോ, ഞാൻ വിശന്ന് പൊരിയല്ലേ, ഞാൻ ചെയ്തോളാം, ഞാൻ പന്നിയെ മേയ്ച്ചിട്ട് വരാം. പാവം ഈ ഒട്ടിയ വയറുമായി പന്നിയെ മേയ്ച്ചിട്ട് വൈകുന്നേരം വന്നപ്പോൾ അവനേറ്റ് കഞ്ഞി കിട്ടി കേട്ടോ. കിട്ടിയത് ഈ നല്ലപോലെ ഉരുകി തിളയ്ക്കുന്ന ഇരുമ്പിലേക്ക് വെള്ളമൊഴിച്ചാൽ എങ്ങനെ ചീറിപ്പോകുന്നത് പോലെ വിശപ്പ് വർദ്ധിച്ചേ ഉള്ളൂ. അവൻ എരിപൊരിക്കൊണ്ടു. അപ്പോഴാണ് തോന്നിയത്, സാരമില്ല, പന്നിക്ക് തവിട് കൊടുക്കുന്നുണ്ടല്ലോ, ആ തവിടിൽ നിന്ന് കുറച്ചിങ്ങനെ പന്നി തിന്നുന്നതിൻ്റെ ഇടയ്ക്ക് നിന്ന് വാരി തിന്നാം. പന്നി തേറ്റ കൊണ്ട് തട്ടി കൈ മുറിഞ്ഞു. പാവം, അവനത് തവിട് കിട്ടിയുമില്ല, അവൻ്റെ കൈ മുറിഞ്ഞു. അവിടുത്തെ വാക്യം വായിക്കാം. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ സുബോധം വന്നു. സ്നേഹിതരെ, ഇന്ന് നിങ്ങൾക്ക് സുബോധം വരട്ടെ. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ ചിന്തിക്കുകയാണ്. അവന് സുബോധം വന്നു. സ്നേഹിതരെ, ഇന്ന് നിങ്ങൾക്ക് സുബോധം വരട്ടെ. ഇന്നത്തെ പാവത്തിൽ നീ രസിച്ച്, നൈമിഷിക സുഖങ്ങളിൽ ലയിച്ച്, അല്പനേരത്തെ രസങ്ങളിൽ നീ ആനന്ദിച്ച് നീ മുന്നോട്ട് പോയാൽ നിത്യ സൗഭാഗ്യമാണ് നഷ്ടപ്പെടുത്തുന്നത്, നിത്യ സന്തോഷമാണ് നഷ്ടപ്പെടുത്തുന്നത്. അതിവേഗം സുബോധം പ്രാപിക്കുക. സുബോധം പ്രാപിക്കാനുള്ള വചനമാണ് നിനക്ക് കിട്ടുന്നത്. സുബോധം പ്രാപിക്കാനുള്ള മരുന്നാണ് നിനക്ക് തരുന്നത്. ഇപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ അരികത്ത് വന്ന് സുബോധം നിനക്ക് വേണമെങ്കിൽ തരാൻ തയ്യാറാണ്. പരിശുദ്ധാത്മാവ് നിനക്ക് സുബോധം തരാൻ നിൻ്റെ അരികത്തേക്ക് വന്നിട്ടുണ്ട്. ജീവനുള്ള ക്രിസ്തുവിൻ്റെ അരികത്തോടെ നടന്ന് സുബോധത്തിൻ്റെ ആത്മാവിനെ പകരുകയാണ്, ശക്തിയുടെ ആത്മാവിനെ പകരുകയാണ്, ധൈര്യത്തിൻ്റെ ആത്മാവിനെ പകരുകയാണ്, നിന്നിൽ നിന്ന് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ മാറ്റുകയാണ്, ഭയത്തിൻ്റെ ആത്മാവിനെ മാറ്റുകയാണ്, സംശയത്തിൻ്റെ ആത്മാവിനെ മാറ്റുകയാണ്, രോഗത്തിൻ്റെ ആത്മാവിനെ മാറ്റുകയാണ്. സുബോധം നിനക്ക് തരികയാണ്. സുബോധം വന്നിട്ട് അവൻ ചിന്തിക്കുകയാണ്, എന്താണ് സുബോധ ലക്ഷണം? എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ. സുബോധ ലക്ഷണം, എൻ്റെ അപ്പനെ കുറിച്ച് ഓർത്തു. ഈ കണ്ട നാളുകൾ അപ്പനെ മറന്നുപോയിരുന്നു. ഇപ്പോൾ അപ്പനെ കുറിച്ച് ഓർത്തു. എൻ്റെ അപ്പൻ എത്ര കൂലിക്കാർ. 1 അപ്പനെ കുറിച്ച് ഓർത്തു. 2 അപ്പൻ്റെ വേലക്കാരെ കുറിച്ച് ഓർത്തു. ദൈവത്തെയും ദൈവജനത്തെയും കുറിച്ച് ഓർത്തു.
സ്നേഹിതരെ, മറക്കല്ലേ, ദൈവത്തെ ഓർക്കുന്നെങ്കിൽ ദൈവജനത്തെ ഓർത്തു പോകും. ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ ദൈവജനത്തെ സ്നേഹിച്ചു പോകും. ദൈവജനത്തെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്നാണ്. ദൈവജനത്തെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തെ ദ്വേഷിക്കുന്നു എന്നാണ്. മനസ്സിലാക്കിക്കൊള്ളൂ, ദൈവജനത്തെ, ദൈവത്തിൻ്റെ ആത്മാവുള്ള ദൈവജനത്തെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന ദൈവജനത്തെ നീ സ്നേഹിക്കുന്നില്ലെങ്കിൽ, നീ ദ്വേഷിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നീ ദൈവത്തെ തന്നെ ദ്വേഷിക്കുന്നു, ദൈവത്തെ നീ എതിർക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അവന് സുബോധം വന്നപ്പോൾ അപ്പനെക്കുറിച്ച് ഓർത്തു, അപ്പൻ്റെ വേലക്കാരെക്കുറിച്ച് ഓർത്തു. ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു. വേലക്കാരുടെ സമൃദ്ധി, അവർ ഭക്ഷണം കഴിക്കുന്നത് മാത്രമല്ല, നിറയെ കഴിക്കുന്നു, ശേഷിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൻ്റെ വേലക്കാരുടെ സമൃദ്ധി ഓർത്തു. 1 അപ്പനെക്കുറിച്ച് ഓർത്തു, 2 അപ്പൻ്റെ വേലക്കാരെക്കുറിച്ച് ഓർത്തു, 3 അപ്പൻ്റെ വേലക്കാരുടെ സമൃദ്ധിയേറിയ ഭക്ഷണത്തെക്കുറിച്ച് ഓർത്തു. ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. എൻ്റെ അവസ്ഥ എന്താണ്? അതാണ് സുബോധത്തിൻ്റെ 4-ാമത്തെ ലക്ഷണം. ഞാൻ നശിക്കുന്നു, ഞാൻ വിശപ്പ് കൊണ്ട് നശിച്ചു പോകും, ഞാൻ നശിക്കുന്നു എന്നവൻ ഓർത്തു. 4-ാമത്തെ ലക്ഷണം, ഞാൻ നശിച്ചു പോകുന്നു. അടുത്തത്, ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, ഞാൻ ഈ പന്നികളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. 5-ാമത്തെ ലക്ഷണം, ഞാൻ എഴുന്നേൽക്കും, ഇനി ഇവിടെ കൂടെ നിൽക്കുകയില്ല, പന്നികളുടെ കൂടെ കഴിയുകയില്ല, ഞാൻ ഈ പ്രഭുവിൻ്റെ വേലയിൽ നിൽക്കുകയില്ല, ഞാൻ എഴുന്നേൽക്കും. തന്നെയല്ല, ഞാൻ അപ്പൻ്റെ അടുക്കൽ ചെല്ലും. 6-ാമത്തെ ലക്ഷണം, അപ്പൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന പേരിനെ ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയുമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവൻ സുബോധത്തിൻ്റെ 7-ാമത്തെ ലക്ഷണം എന്താണ്? എന്നെ ആക്കണമേ. അപ്പൻ്റെ അടുക്കൽ നിന്ന് പോയപ്പോൾ ചോദിച്ചത് എങ്ങനെയാണ്? എനിക്ക് തരണം, എനിക്ക് തരയണമേ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് എനിക്ക് തരയണമേ എന്നാണ് അന്ന്. ഇപ്പോഴോ എന്നെ ആക്കണമേ എന്നാണ്. നോക്കണേ, ശ്രദ്ധിക്കണം. അന്ന് പോകാൻ നേരത്തെ ചോദിച്ചു എനിക്ക് തരയണമേ, ചോദിച്ചു വാങ്ങുകയാണ്. ഇപ്പോൾ എന്നെ ആക്കണമേ. അപ്പനോട് പറയും, അപ്പോൾ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു പോയി, നിൻ്റെ മകൻ എന്ന പേര് ഞാൻ യോഗ്യനല്ല, ഇനി നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തരെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും. ദൈവത്തിന് സ്തോത്രം. എളിമ വന്നു, താഴ്മ വന്നു, അവന് വിനയം വന്നു, അവൻ എളിമപ്പെട്ടു, അവൻ എത്രയും താണു. ദൈവത്തിന് സ്തോത്രം. എന്നെ ആക്കണമേ. അപ്പൻ്റെ മുമ്പിൽ ചെന്ന് യാചിക്കുകയാണ്, അപ്പൻ്റെ മുമ്പിൽ ചെന്ന് അപേക്ഷിക്കാൻ തയ്യാറാവുകയാണ്. അവനത് പറയുകയുമല്ല, എഴുന്നേറ്റ് ഓടുകയാണ്. അവൻ സുബോധം പ്രാപിച്ചു, ഉള്ളിൽ സുബോധം, പക്ഷേ ശരീരം മെലിഞ്ഞുണങ്ങിയതല്ലേ, ശരീരം എല്ലും തോലുമല്ലേ, പട്ടിണി പാവമല്ലേ, വസ്ത്രം മുഷിഞ്ഞ് കീറി നാറിയതല്ലേ. ആ പാവം ചെറുപ്പക്കാരൻ ക്ഷാമബാധിത മേഖലയിൽ നിന്ന് അപ്പൻ്റെ സമൃദ്ധിയിലേക്കുള്ള ഓട്ടമാണ്. ക്ഷാമത്തിൽ നിന്ന് ക്ഷേമത്തിലേക്കുള്ള ഓട്ടം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ക്ഷാമത്തിൽ നിന്ന് ക്ഷേമത്തിലേക്ക് ഓടുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ക്ഷാമത്തിൽ നിന്ന് എഴുന്നേറ്റ് ക്ഷേമത്തിലേക്ക് ഓടാം, നിങ്ങൾക്ക് സമാധാനത്തിലേക്ക് പായാം, സമാധാനത്തിൻ്റെ സന്തോഷ ഭവനത്തിലേക്ക് ഓടിച്ചെല്ലാം. അവിടെ അപ്പനുണ്ട്, അപ്പൻ്റെ സ്നേഹമുണ്ട്, അപ്പനുണ്ട്, അപ്പൻ്റെ വയലുണ്ട്, അപ്പനുണ്ട്, അപ്പൻ്റെ ഭവനമുണ്ട്, അപ്പനുണ്ട്, അപ്പൻ്റെ വേലക്കാരുണ്ട്, അപ്പനുണ്ട്, അപ്പൻ്റെ കരുണയുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പൻ അവിടെയുണ്ട്, അപ്പൻ നിന്നെ കാത്തിരിക്കുകയാണ്. സ്നേഹിത, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിനക്ക് എഴുന്നേൽക്കാം. ശരീരം കൊണ്ടല്ല, നിൻ്റെ മനസ്സുകൊണ്ട് എഴുന്നേൽക്കാം. നിനക്ക് മനസ്സുകൊണ്ട് എഴുന്നേറ്റിട്ട് ആത്മാവിൽ ഉണർന്നിട്ട്, ദൈവത്തിന് സ്തോത്രം, ആത്മാവിൽ റിവൈവ്ഡ് ആയിട്ട്, റിവൈവൽ, ആത്മാവിൽ ഉണർന്നിട്ട് നിനക്ക് ഓടാം അപ്പൻ്റെ ഭവനത്തിലേക്ക്. അപ്പോൾ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയി, നിൻ്റെ മകൻ എന്ന പേര് ഞാൻ യോഗ്യനല്ല, നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. അങ്ങനെ എഴുന്നേറ്റ് പോകുമ്പോൾ ആളുകൾ കൂക്കി വിളിച്ചു, ഭ്രാന്തൻ ഓടുന്നത്. കാരണം അവൻ പറഞ്ഞോട്ട് ഓടുക, അപ്പോൾ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയി, നിൻ്റെ മകൻ എന്ന പേര് ഞാൻ യോഗ്യനല്ല, നിൻ്റെ കൂലിക്കാരത്തിനെ പിന്നെ ആക്കണമേ, വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടാണ് ഓടുന്നത്. പാവം. ആളുകൾ നോക്കുന്നവന് ലജ്ജയില്ല, ആളുകൾ പരിഹസിക്കുന്നവന് ലജ്ജയില്ല, ആളുകൾ കൂക്കി വിളിക്കുന്നു, ഭ്രാന്തം പോകുമെന്ന് പറയുന്നു, അവനത് ശ്രദ്ധിക്കുന്നില്ല. അവനൊരു ലക്ഷ്യം മാത്രം, ഇനി എൻ്റെ അപ്പൻ്റെ വീട്, എൻ്റെ അപ്പൻ്റെ ഭവനം, എൻ്റെ അപ്പൻ്റെ പാദം. ദൈവത്തിന് സ്തോത്രം. ഓടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൂരെ നിന്ന് അപ്പൻ കേട്ടു ഈ ശബ്ദം. എന്താ കേട്ടത്? അപ്പാ, ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയി, നിൻ്റെ മകൻ എന്ന പേര് ഞാൻ യോഗ്യനല്ല, നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ നീ ആക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്ന ശബ്ദം അപ്പൻ കേട്ടു. അപ്പൻ ഓടിയിറങ്ങി, എന്നെ വിളിച്ചു കൊണ്ടുവരുന്ന എൻ്റെ മകൻ ദൂരെ നിന്ന് വരുന്നു, അവൻ ഓടി വരുന്നു, അവൻ മടങ്ങി വരുന്നു, അവൻ തിരിച്ചു വരുന്നു. അപ്പൻ സന്തോഷത്തോടെ, സ്നേഹത്തോടെ, വാത്സല്യവായ്പോടെ ഓടിയിറങ്ങി റോഡിലെത്തി. അപ്പോൾ മകൻ ഓടി വന്ന് അപ്പൻ്റെ കാൽക്കൽ വീഴാൻ തുടങ്ങി. അപ്പൻ കൈത്തണ്ടിൽ അവനെ താങ്ങി. അവൻ പറയുകയാണ്, അപ്പാ,
ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയി, നിന്റെ മകൻ എന്ന പേര് ഞാൻ യോഗ്യനല്ല, അത്രയേ പറയിപ്പിച്ചുള്ളൂ. അടുത്ത വാക്യം പറയിപ്പിച്ചില്ല. നിന്റെ കൂലിക്കാൽ ഒരുത്തിനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയിപ്പിച്ചില്ല. അപ്പൻ അവനെ കെട്ടിപ്പിടിച്ചു, അവനെ ചുംബിച്ചു, വായടച്ചു ഉമ്മ വെച്ചു. ആ ശബ്ദം കേൾക്കാൻ അപ്പന് കെൽപ്പില്ല, അപ്പന് കഴിവില്ല. കൂലിക്കാലൊരുത്തിനെ പോലെ കാണാൻ അപ്പന് സാധ്യമല്ല. അപ്പൻ്റെ സ്നേഹം നിസ്തുല സ്നേഹമാണ്. അപ്പൻ്റെ സ്നേഹം നിത്യസ്നേഹമാണ്. അപ്പൻ്റെ സ്നേഹം അതിരില്ലാത്ത സ്നേഹമാണ്. അപ്പൻ്റെ സ്നേഹം അളവില്ലാത്ത സ്നേഹമാണ്. ആ സ്നേഹം അവനെ വാരിപ്പുണർന്നു, അവനെ ആലിംഗനം ചെയ്തു, അവനെ ചുംബിച്ചു. ദൈവത്തിന് സ്തോത്രം. വായിക്കാം. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു. മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്തെ കെട്ടിപ്പിടിച്ചവനെ ചുംബിച്ചു. മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൻ തന്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്നവനെ ധരിപ്പിപ്പീൻ. കീറി നാറി മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറ്റി അവനെ മേൽത്തരം അങ്കി കൊടുക്കുവീൻ. ഇവന്റെ കൈക്ക് മോതിരവും, ഇവന്റെ കൈക്ക് മോതിരവും, പുത്രസ്വീകാരം മോതിരവും, കാലിനെ ചെരുപ്പും ഇടുവിപ്പീൻ. കാലിന് ചെരുപ്പിടുവിപ്പീൻ. തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുപ്പീൻ. നാളുകളായി തടിപ്പിച്ച് നിർത്തിയിരിക്കുന്ന കാളക്കിടാവിനെ കൊണ്ടുവന്ന് അറുക്കുവീൻ. നാം തിന്ന് ആനന്ദിക്ക. നാം തിന്ന് ആനന്ദിക്കുക. നമുക്ക് വിരുന്നാഘോഷിക്കുക. നാം തിന്ന് ആനന്ദിക്കുക. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടു കിട്ടിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ആനന്ദം തുടങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇന്ന് സന്തോഷം തുടങ്ങാൻ ആഗ്രഹമുണ്ടോ? അപ്പൻ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അപ്പൻ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പൻ നോക്കി നിൽക്കുന്നുണ്ട്. മടങ്ങി വരുന്നത് കാത്ത് അപ്പൻ നിൽക്കുന്നുണ്ട്. എൻ്റെ സ്നേഹിതരെ, ഞാൻ വിനയപൂർവ്വം നിങ്ങളുടെ അപേക്ഷിക്കട്ടെ, ഇന്ന് യേശുവിനെ കൂടാതെ നിങ്ങൾ എഴുന്നേൽക്കരുത്. അപ്പൻ്റെ പാദം ചുംബിക്കാതെ എഴുന്നേൽക്കരുത്. ആ സ്നേഹനിധിയായ അപ്പൻ്റെ വേദന തണുപ്പിക്കാതെ നിങ്ങൾ എഴുന്നേൽക്കരുത്. നാളുകളായി അപ്പൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോനെ കാണാത്തതുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നൊരു അപ്പനുണ്ട്. മോനെ, നിന്നെ കാണാത്തതുകൊണ്ട്, നിൻ്റെ ശബ്ദം കേൾക്കാത്തതുകൊണ്ട്, നിൻ്റെ സ്തുതിനാദം കേൾക്കാത്തതുകൊണ്ട്, ഹല്ലേലൂയ, നീ സ്തുതിക്കുന്ന ശബ്ദം കേൾക്കാൻ കൊതിച്ചുകൊണ്ട് ഒരപ്പൻ അവിടെ ഇരിക്കുന്നുണ്ട്. നാളുകളായി നിൻ്റെ സ്തുതി കേട്ടിട്ട് നിൻ്റെ വായി അടഞ്ഞുപോയി, നിൻ്റെ ചുണ്ട് അടഞ്ഞുപോയി, നിൻ്റെ അധരം അടഞ്ഞുപോയി. അധരങ്ങളെ തുറക്കണമേ, എന്നാൽ ഞാൻ നിൻ്റെ സ്തുതികളെ വർണ്ണിക്കും. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ സ്തുതി കേൾക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നീ ഒരു സാക്ഷ്യം പറയുന്നത് കേൾക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. എൻ്റെ പാവം വിട്ട് ഞാൻ എഴുന്നേറ്റു എന്ന് നീ സാക്ഷിക്കുന്നത് കേൾക്കാൻ അപ്പൻ ആഗ്രഹമുണ്ട്. അപ്പൻ നിൻ്റെ മെലിഞ്ഞ പേക്കോലമായ ശരീരത്തെ ആനന്ദത്തോടെ വാരിപ്പുണർന്ന് ആലിംഗനം ചെയ്ത് സ്വീകരിക്കുന്ന സ്നേഹനിധിയാണ്. അതാണ് ഗോകുൽത്തായിലെ സ്നേഹം. തടിപ്പിച്ച കാളക്കിടാവ്, ലോകാരംഭത്തിന് മുമ്പേ കൊള്ളറക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇത് അറുക്കപ്പെട്ടിരിക്കുന്നു. വിരുന്നുശാലി ഒരുങ്ങിയിരിക്കുന്നു, വിരുന്ന് മേശ ഒരുങ്ങിയിരിക്കുന്നു. വരിക വിരുന്ന് മേശയിലേക്ക്, വരിക ആനന്ദ ഭവനത്തിലേക്ക്, വരിക സ്നേഹത്തിൻ്റെ സതിരിലേക്ക്, വരിക അപ്പൻ്റെ ഭവനത്തിലേക്ക്, വരിക അപ്പൻ്റെ പാദപീഠത്തിലേക്ക്. ദൈവ പൈതലേ, നീ ക്ഷാമം ബാധിച്ച് വലയേണ്ടവനല്ല, നീ ക്ഷാമത്തിൽ പൊരിയേണ്ടവനല്ല. നീ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഓടി വരേണ്ടവനാണ്. നീ ദൈവത്തിൻ്റെ ഓമന മകനാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ വാത്സല്യ പുത്രനാണ്. കർത്താവായ യേശു രക്തം കൊടുത്ത് നിന്നെ വിലയ്ക്ക് വാങ്ങിയതാണ്. യേശു തൻ്റെ കുരിശിലെ രക്തത്താൽ നിന്നെ വിലയ്ക്ക് വാങ്ങിയതാണ്. കുരിശിലൂടെ ഒലിച്ചിറങ്ങുന്ന തിരുരക്തത്താൽ അവൻ നിന്നെ വിലയ്ക്ക് വാങ്ങിയതാണ്. ഇപ്പോൾ നിനക്ക് ഓടി വരാം. ഇപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരാം. നാഥാ, ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു പോയി, നിന്റെ മകൻ എന്ന പേര് ഞാൻ യോഗ്യനല്ല, ഇനി നിന്റെ കൂലിക്കാരിൽ ഒരുത്തിനെ പോലെ എന്നെ കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരുവീൻ. ഓടി വന്ന് പാദത്തിൽ വീഴുവീൻ, പാദം ചുംബിപ്പീൻ. അപ്പൻ നിന്നെ കൈക്കൊള്ളും. അപ്പൻ്റെ ആ വാത്സല്യമസൃണമായ കരങ്ങൾ നിന്നെ താലോലിക്കും, നിന്നെ തലോട്, നിന്നെ വാത്സല്യിക്കും, നിന്നെ ആനന്ദ വായ്പോടെ സ്വീകരിക്കും. ഇന്ന് നിന്റെ മടങ്ങി വരവിൻ്റെ ദിവസമാകട്ടെ. ക്ഷാമത്തിൽ നിന്ന് ക്ഷേമത്തിലേക്കുള്ള മടങ്ങി വരവ്, അസംതൃപ്തിയിൽ നിന്ന് സംതൃപ്തിയിലേക്കുള്ള മടങ്ങി വരവ്, ദാരിദ്ര്യത്തിൽ നിന്ന് സമൃദ്ധിയിലേക്കുള്ള മടങ്ങി വരവ്. തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ശാന്തമായി പ്രാർത്ഥിക്കാം. അല്പസമയം ധ്യാനിക്കണമല്ലോ. നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണമല്ലോ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിന് സ്തോത്രം. യേശു വന്നിട്ടുണ്ട്, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു, നിന്നെ വ്യക്തിപരമായി വിളിക്കുന്നു. ക്ഷാമത്തിൽ വലയേണ്ട, യാഗം കഴിഞ്ഞിരിക്കുന്നു. ഇനി നിന്നെ അവൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് നീ തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. ആ തിരക്തം നിന്നെ കഴുകും. ഹല്ലേലൂയ. ആർക്കാണ്
ഇപ്പോൾ കഴുകൽ വേണ്ടത്? ആർക്കാണ് മടങ്ങി വരേണ്ടത്? ആർക്കാണ് അപ്പൻ്റെ പാദപീഠത്തിൽ നിന്ന് വീഴേണ്ടത്? ആർക്കാണ് ഈ ഭവനത്തിൻ്റെ ആധിപത്യം ഇനിയും കിട്ടേണ്ടത്? നഷ്ടപ്പെട്ടത് എല്ലാം തിരികെ കിട്ടുവാൻ ആർക്കെല്ലാം ആഗ്രഹമുണ്ട്? നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടുവാൻ ആർക്കെല്ലാം കൊതിയുണ്ട്? എൻ്റെ യേശുവേ, നഷ്ടപ്പെട്ട സൗഭാഗ്യം മടക്കി തരണമേ, നഷ്ടപ്പെട്ട സ്നേഹം മടക്കി തരണമേ. ഗോകുൽത്തായിലെ സ്നേഹം, ഗോകുൽത്തായിൽ വിരിഞ്ഞ സ്നേഹം, ഗോകുൽത്തായിൽ പുഷ്പിച്ച സ്നേഹം, ഗോകുൽത്തായിൽ തിരുമാറു തുറന്ന സ്നേഹം, നാഥാ ഇന്ന് ആ സ്നേഹം എന്നെ തഴുകണമേ, ആ സ്നേഹം എൻ്റെ മേൽ വീഴണമേ, ആ സ്നേഹം എൻ്റെ മേൽ ചൊരിയണമേ, ആ സ്നേഹം എൻ്റെ മേൽ ഒഴുകണമേ, ആ സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് പകരണമേ, ആ തിരക്തത്താൽ എന്നെ കഴുകണമേ. ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്? ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തിരിച്ചു വരാം, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. കഴുകൽ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇരിക്കുന്നിരിപ്പിൽ ദൈവത്തോട് പറയുവീൻ, യേശുവേ, ഈ നിമിഷം മുതൽ ഞാൻ നിന്റെ വക. യേശുവിന് വാക്ക് കൊടുക്കുവീൻ, യേശുവേ, ഈ നിമിഷം മുതൽ ഞാൻ നിന്റെ വക. യേശുവിനോട് പറയുവീൻ, യേശുവേ, ഈ നിമിഷം മുതൽ ഞാൻ നിന്റെ വക. ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ കേട്ട് പറയാം. യേശുവേ, ഈ നിമിഷം മുതൽ ഞാൻ നിന്റെ വക. യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. എന്റെ യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. അങ്ങനെ തീരുമാനിച്ചവരുടെ കരങ്ങൾ ഉയർത്താമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്യുന്നതങ്ങളെ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ ബലഹീനരും പാപികളുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നിന്റെ പ്രിയ മക്കളുടെ കരങ്ങളിൽ അവിടുന്ന് കയറി പിടിക്കുന്നതിനായി സ്തോത്രം. ഈ മക്കളുടെ പാപഭാരങ്ങൾ അകറ്റിയതിനായി സ്തോത്രം. ഈ മക്കളുടെ പാപങ്ങൾ ക്ഷമിച്ചതിനായി സ്തോത്രം. ഈ നിന്റെ ജനത്തെ അവിടുന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഓരോരുത്തരെയും വ്യക്തിയായി അവിടുന്ന് സ്നേഹത്തോടെ ചേർത്ത് അണച്ചതിനായി സ്തോത്രം. രോഗികൾക്ക് സൗഖ്യം പകർന്നതിനായി സ്തോത്രം. അടഞ്ഞ വാതിലുകൾ തുറന്നതിനായി സ്തോത്രം. അടഞ്ഞ ഗർഭപാത്രങ്ങൾ തുറന്നതിനായി സ്തോത്രം. രോഗസൗഖ്യം അയച്ചതിനായി സ്തോത്രം. ബന്ധനങ്ങൾ അഴിച്ചതിനായി സ്തോത്രം. ബാധകൾ നീക്കിയതിനായി സ്തോത്രം. ശാപങ്ങൾ മുറിച്ചു മാറ്റിയതിനായി സ്തോത്രം. എല്ലാവരെയും അവിടുത്തെ രണ്ടാമത്തെ വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ. ജീവിത പ്രതിസന്ധികളുടെ നീർച്ചുഴിയിൽപ്പെട്ട് നട്ടം തിരിയുന്നവനാണോ നീ? പാപഭാരത്താൽ നിന്റെ മനസ്സ് തളർന്നിരിക്കുകയാണോ? വരൂ, യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിലേക്ക്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്ന ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ രാജ്യാന്തര സുവിശേഷ മഹായോഗം ഡിസംബർ 27 മുതൽ 31 വരെ കോലഞ്ചേരി ഞാറ്റുംകാലായിൽ ഹിൽ ടോപ്പിൽ വച്ച് നടത്തപ്പെടുമ്പോൾ ഹൃദയ സമാധാനം നൽകുന്ന ക്രിസ്തുവിൻ്റെ അദൃശ്യകരങ്ങൾ നിന്നെ സ്പർശിക്കട്ടെ. വീണുപോയാൽ നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന കരം. വീണുപോയോ? പേടിക്കണ്ട, അടുത്ത് താങ്ങാൻ യേശുവുണ്ട്. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിലെ കർത്തൃ ശുശ്രൂഷകർ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന യശശരീരനായ പ്രൊഫസർ MY യോഹന്നാൻ സാർ ചെയ്ത അനശ്വരമായ വചന ശുശ്രൂഷകളും നിങ്ങൾക്ക് ശ്രവിക്കാം. സഭയുടെയും സമുദായത്തിൻ്റെയും അതിർവരമ്പുകൾക്കതീതമായി നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ വചനത്തിലേക്ക്, ഈ വചനവേദിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.